അപ്പൊ എന്തായാലും ഇപ്പൊ ഇതില് എല്ലാം പുതുമുഖങ്ങളെയാണ് വരുന്നത്. അപ്പൊ പുതുമുഖങ്ങളാകുമ്പോ കുറെ ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു ഇതിൽ നിൽക്കും, അവരെല്ലാവരും നിൽക്കും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു യാത്രയൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ എവിടെയെങ്കിലും കുറച്ച് ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവരെ ഒരു ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്തിട്ട് പോകുന്നത്. നമുക്കറിയാം ഇവരെല്ലാവരും കുറെ കാലങ്ങളായിട്ട് കുറെ അറിയുന്നവരാണ്. നമ്മൾ ഷൂട്ടിൽ പിന്നെയും കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതർ സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരുന്ന സമയത്താണ്. അപ്പൊ അവരിന്നവരെ ക്യാമറയ്ക്ക് അഭിമുഖീകരിക്കാത്ത ആൾക്കാരുണ്ട്, റോട്ടിൽ ബലൂൺ വിൽക്കുന്ന പിള്ളേരുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ തെരുവുകളിലുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. റിയൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇതിലൊക്കെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരെക്കാളും ഭയങ്കര രസകരമായിട്ടാണ് അവരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവരോട് തന്നെ പറയും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് അവരെ ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കാനുള്ള രീതിയിൽ വരെ പറഞ്ഞൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ശരിക്കും നമ്മള് ഒരു സിനിമ ചെയ്യണ പോലെയൊന്നല്ല, നമ്മൾ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ അപ്പുറം നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിൽ നമ്മൾ എപ്പോഴെങ്കിലും അതിനെ കുറിച്ച് ചിലപ്പോൾ ആലോചിച്ചിട്ടുള്ളത് പോലെ എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും ആലോചന നമുക്ക് മനസ്സിൽ ലഭിക്കുന്ന ഒരു സന്തോഷമാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു പടമാണ്. ചിലപ്പോൾ ഒരു 5 കോടിയുടെയോ 10 കോടിയോ അല്ലെങ്കിൽ ഒരു 50 കോടിയോ മുടക്കിയിട്ട് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ലഭിക്കാത്ത ഒരു മാനസിക സുഖം ലഭിച്ചിട്ടുണ്ട്, സന്തോഷം ലഭിച്ചിട്ട്. അത് പല ആൾക്കാരുടെ ലൈഫ് നമ്മൾ നേരിട്ട് കാണുന്നു, അവരനുഭവിക്കുന്ന സന്തോഷം നേരിട്ട് അറിയാനായിട്ട് പറ്റുന്നു. സഡൻ ആയിട്ടാണ് ഈ പരിപാടികൾ. ഇവരൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതൊരു സിനിമയാവും, ഇതൊരു തിയേറ്ററിലേക്ക് വരും എന്ന് ചിന്തിക്കാത്ത സമയത്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിൽ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം. ചേട്ടാ രാജസാറിന്റെ വലിയ ഫാനാണല്ലോ. கண்டிப்பா கண்டிப்பா சார். ഒരു സോങ് രാജസാർ. கண்டிப்பா பண்ண கண்ணோடு கண்களேற்றும் கற்பூர தீபமே, கை நீட்டும் போது பாயும் மின்சாரமே, உல்லாச மேடை மேலே ஓரங்க நாடகம், இன்பங்கள் பாடம் சொல்லும் என் தாயகம், எங்கங்கு ஊஞ்சலாகி நான் போகிறேன், அங்கங்கு ஆசைக்கு நான் போகிறேன், உன் காதல் ஒன்றாக மோகனம், என் காதல் வாகனம், செந்தாமரை செந்தேன் மழை என் ஆவி நீயே தேவி, ராஜராஜ சோழன் நான், என்னை ஆளும் காதல் தேசம் நீதான், ராஜராஜ சோழன் நான். താങ്ക് യു സാർ. വേറെ ലെവലാണ്. അപ്പൊ ഇതിന്റെ സിനിമ തിയേറ്ററിലെത്തുകയാണ്. പറഞ്ഞ പോലെ കുറെ പുതുമുഖങ്ങളുടെ സ്വപ്നമാണ് അല്ലെ? കുറെ പുതുമുഖങ്ങളുണ്ട്. എല്ലാവരുടെയും എന്താ പറയാ, നമ്മള് ഒരു പുതിയ പരീക്ഷണമല്ല ശരിക്കും. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഐഫോണിൽ ഒരു 15 Pro Max ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ റിലീസ് ആവുന്ന ഒരു ആദ്യത്തെ സിനിമ. അപ്പൊ തിയേറ്ററിൽ കാണികൾ എങ്ങനെയാണ് അത് കാണുക എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാവുന്നതിന്റെ മാക്സിമം ഔട്ട്പുട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. 7.1 സറൗണ്ട് മിക്സോട് കൂടിയിട്ടാണ് സിനിമയുടെ മിക്സ് പരിപാടികൾ കഴിഞ്ഞിട്ടുള്ളത്. നല്ല പാട്ടുകളുണ്ട്, നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട്. അപ്പൊ ഇനിയെല്ലാം ഇത് ഈ സിനിമ എവിടെ എത്തണം, എങ്ങനെ സഞ്ചരിക്കണം, ഇത് എവിടെ വരെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് തിയേറ്ററിലേക്കുള്ളത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-ാം തീയതി തിയേറ്ററിൽ കാണാം. മലയാളത്തിൽ നമുക്ക് കാണാം അല്ലേ? திருமுறை சாரவங்ககிட்ட கேக்குறாங்க மலையாளத்துல இன்னும் பாட்டுகள். கண்டிப்பா அதுக்கு சான்ஸ் கிடைச்சா எனக்கு ரொம்ப சந்தோஷம். மலையாளம் சாங்ஸ் അറിയോ? മലയാളം സോങ്സ് ഇല്ല സാർ, ഇപ്പഴാണ് ഞാൻ കത്തിട്ട് இருக்கேன். ഓക്കേ ഓക്കേ ഓക്കേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിനിമയ്ക്ക് ഇതിന്റെ ഒരു സക്സസിൽ നമുക്ക് കാണാം അല്ലേ? അങ്ങനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു.